പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ച പാട്ടിയാല പാൻറ്റാണ് തയ്ക്കാൻ പോകുന്നത്. ഇതിൻ്റെ അടിഭാഗമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം അരഞ്ച് വീതിയിലൊന്ന് അടിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ തയ്ച്ചെടുത്തോണ്ട് ഇത് 1 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കണം. നമ്മളിത് മടക്കി അടിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ കാലും മടക്കി അടിക്കണം. എന്നിട്ട് ഈ തുന്നേൻ്റെ പുറത്ത് കൂടെ ഇട്ട് 1/4 ഇഞ്ച് പുറത്ത് കൂടെ ഒരു അടിയൂനും കൊടുക്കണം. നമ്മൾ പുറത്ത് കൂടെ ഒരു അടിയൂനും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തെ കാലിനും കൊടുക്കണം. നമുക്ക് രണ്ടും കൂടെ ഒന്ന് കൂട്ടി അടിക്കാം. അപ്പോൾ നമ്മളിത് മടക്കിയിട്ട് ഇങ്ങനെ കൂട്ടി അടിച്ചിട്ടുണ്ട് 1/4 ഇഞ്ച് വീതിക്ക്. ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ കാലിലും ഇതേപോലെ തയ്ക്കണം. നമുക്കിതിന് ഷേപ്പ് കൊടുക്കണം. ഇവിടെ 6 ഇഞ്ച് അടയാളം കൊടുത്തു. ഇനി ഇവിടെ നിന്ന് ഒരു അരഞ്ച് തുന്നത്തുമ്പ് കാണണം. എന്നിട്ട് ഇവിടെ നിന്ന് ഷേപ്പ് വരയ്ക്കണം. നിർബന്ധമല്ല, വേണമെങ്കിൽ വരച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അടിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ അരഞ്ച് തുന്നത്തുമ്പ് വിടണം. ഇനി നമുക്ക് ഈ തുണി ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം, ഒപ്പം വയ്ക്കാം. അപ്പം നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചിടണം. ഇനി നമുക്കിതൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഇങ്ങനെ ഇത് ഒന്ന് അമർത്തി കൊടുത്താൽ ആ മാർക്ക് ചെയ്തത് ഇതിലേക്ക് പിടിക്കും. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മാർക്കിങ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഇതിലേക്ക് മാർക്കിങ് വന്നു. ഇനി നമുക്കിത് തയ്ച്ചതിന് ശേഷം നമുക്ക് ഞെറിയിട്ട് കൊടുക്കാം. നമുക്ക് ഈ മാർക്ക് ചെയ്തോടത്ത് കൂടെ തയ്ച്ചെടുക്കാം. അപ്പം നമ്മളിത് തയ്ച്ചെണ്ണു. ഇനി നമുക്കിതൊന്ന് കുറച്ച് തുന്നൽ തുമ്പ് നിർത്തിയിട്ട് വെട്ടിക്കളയാം. 1 ഇഞ്ച് നിർത്തണം. ഈ കാലം നമ്മൾ അതേപോലെ തന്നെ തയ്ച്ചെടുക്കണം. അപ്പം നമ്മൾ ഇപ്പുറത്തെ കാലം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഷേപ്പാക്കണമെന്ന് നിർബന്ധമല്ല, ഉണങ്ങി കൊടുത്താൽ മതി. നമുക്കിത് മറച്ചെടുക്കാം. മറയ്ക്കാം. ഇനി നമുക്കിതിന് ഏറിയിട്ട് കൊടുക്കണം. 10 ഇഞ്ച് നമ്മൾ ഈ ഓപ്പൺ ഭാഗത്തുനിന്ന് 10 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഞെറിയിട്ട് കൊടുക്കണം. ഓരോ ഇഞ്ച് വീതിയിൽ വേണം നമ്മൾ ഞെറിയിട്ട് കൊടുക്കാൻ. ഇതിങ്ങനെ ഉള്ളിലേക്ക് കൊടുക്കണം. അങ്ങനെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് വേണം ഞെറിയിട്ട് കൊടുക്കാൻ. ഓരോ ഇഞ്ച് വീതിക്ക് നമുക്കത് ഞെറിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഞെറിയിട്ടെണ്ണം നമുക്കിതിൽ വേണ്ടത് 23 ഇഞ്ച് വണ്ണമാണ് വേണ്ടത്, തുന്നൽ തുമ്പടക്കം. ഇനി ഇടുമ്പോൾ കൂടുതലായി വരികയാണെങ്കിൽ പുറത്തും ഓരോ ഞെറി വീതം ഇട്ട് കൊടുത്താൽ മതി. ഞെറി ഇങ്ങനെ വയ്ക്കുമ്പോൾ 2 ഭാഗവും ഒരുപോലെ വരണം. അപ്പം നമ്മുടെ ഒരു ഭാഗത്ത് ഞെറിയിടൽ കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗത്തും ഇതേപോലെ ഇടണം. നമുക്കിതിൽ ഞെറിയിട്ട് കൊടുക്കണം. നമ്മളിങ്ങനെ ഓരോ ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച്, ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തണം. എന്നിട്ടിത് ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് ഇത് മടക്കണം. ഇതിങ്ങനെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് കൊണ്ടുവരണം. പിന്നെ ഇത് മടക്കണം. ഇത് മടക്കിയിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കൊടുക്കണം. കൊടുത്തിട്ട് ഈ 1 ഇഞ്ചിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ മൊത്തം ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ ഭാഗം ഞെറിയിട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് കൂട്ടിയെടുക്കണം. ഇത് രണ്ടും കൂടെ നമ്മളിവിടെ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അടിക്കണം. അടിച്ചിട്ട് 1.5 ഇഞ്ച് വിടണം. അത് നമുക്ക് മുകൾ ഭാഗത്തേക്ക് ആ പീസ് വെച്ച് കൊടുക്കാണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇതിവിടെ നിന്ന് ഇങ്ങനെ അടിക്കുക. ഈ ഭാഗം തയ്ച്ചെടുത്തണം. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് പീസ് വെച്ച് കൊടുക്കണം. ഇത് നമുക്ക് തികയില്ലല്ലോ. നമുക്ക് ഈ പീസും കൂടെ ഇതിലേക്ക്
യോജിപ്പിക്കണം. ഇങ്ങനെ വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കുക. 2 അടി കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ യോജിപ്പിച്ചെടുത്തണം. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ തുണിയിൽ നിന്ന് അരഞ്ചിൽ നിന്ന് നീക്കി വെക്കണം. ഇത് നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ്. തയ്ച്ച് കൊടുക്കുക. അരഞ്ച് വീതിക്ക് അടിച്ചിട്ടുണ്ട് ഈ പീസ് വെച്ചിട്ട്. നമ്മൾ ഈ തുണിയിൽ പീസിലധികം വരികയാണെങ്കിൽ വെട്ടിക്കളയാം. മടക്കി അടിക്കാനുള്ളത് അവിടെ നിർത്തിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് മടക്കി അടിക്കാം. ആദ്യം ഒന്ന് 1/4 ഇഞ്ചിൽ മടക്കാം. പിന്നെ ഒന്നും കൂടി മടക്കിയിട്ട് ഇതുവരെ ഒന്ന് മടക്കി അടിക്കാം. നമ്മളിവിടെ മടക്കി അടിച്ചിട്ടുണ്ടോ അതേപോലെ നമുക്ക് ഇപ്പുറത്തെ ഭാഗം ഒന്ന് മടക്കി അടിക്കണം. അപ്പം നമ്മൾ ഈ ഭാഗം മടക്കി അടിച്ചിരുന്നു. ഈ പീസിലേക്കായിട്ട് ഞെറി വെച്ചതിന് മുകളിൽ കൂടെ 1 അടി കൊടുക്കാനുണ്ട്. ഈ സൈഡിനായിട്ട് ഈ പീസിൽ ഈ തുന്നൽ തുമ്പ് ഈ പീസിലേക്ക് വരണം. ഈ സൈഡിനായിട്ട് നമുക്ക് 1 അടി കൊടുക്കാം. അപ്പം നമ്മളിത് തയ്ച്ചിട്ടും ഇനി 4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് 1 അടിയും കൊടുക്കാം. അപ്പം നമ്മൾ ഇപ്പുറത്ത് 1 അടിയും കൊടുത്തു. ആവശ്യമില്ലാത്ത നൂലുകൾ അതാത് സമയത്ത് മുറിച്ച് കളയണം. ഇനി നമുക്ക് മുകൾ ഭാഗം ഒന്ന് മടക്കി അടിക്കണം. ആദ്യം 1/2 ഇഞ്ച് മടക്കി അടിക്കണം. അപ്പോൾ ഇത് നമ്മൾ മടക്കി അടിച്ചണം. ഇനി നമുക്കിത് 1 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി അടിക്കണം. നാടടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ചു. ഇനി നമ്മളിത് കൂട്ടുകയാണ്. ഈ നാട ഇടുന്ന ഭാഗം കൂട്ടി അടിക്കരുത്. കുറച്ചും കൂടി 1/2 ഇഞ്ച് താഴേക്ക് ആക്കിയിട്ട് ഒന്നിങ്ങനെ നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് കൂട്ടി യോജിപ്പിച്ചിടണം. നമ്മുടെ പാൻറ്റ് റെഡിയായിരുന്നു. ഇനി ഇതിന് നാട വേണം. അത് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല. ഇനി ഇതൊന്ന് കാണിച്ചു തരാം. ഇവിടെ വെച്ചിട്ടേക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പാൻറ്റ് റെഡിയായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയറും ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം.